കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ദൈവവചനത്തിൽ നിന്ന് ദൈവികാലോചനകളെ കേൾക്കുവാൻ ദൈവം നമുക്ക് നൽകുന്ന അവസരങ്ങൾക്കായിട്ട് സ്തോത്രം. കർത്താവ് ഈ ലോകത്തിൽ നിന്ന് പോകുന്നതിന് മുമ്പ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞ ചില വാക്കുകൾ വായിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 7, 8, 9, 10 വാക്യങ്ങളാണ്. എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. അവർ എന്നിൽ വിശ്വസിക്കായികയാൽ പാപത്തെക്കുറിച്ചും ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോവുകയും നിങ്ങൾ ഇനി എന്നെ കാണാതിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് നീതിയെക്കുറിച്ചും ഈ ലോകത്തിൻ്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ന്യായവിധിയെക്കുറിച്ചും തന്നെ. ശിഷ്യന്മാർ കർത്താവിനോട് കൂടെ 3.5 വർഷം ഈ ലോകത്തിലുണ്ടായിരുന്നു. കർത്താവ് അവരെ വളരെ നല്ലതുപോലെ പരിശീലിപ്പിച്ചു എന്ന് നമുക്കറിയാം. കർത്താവിനേക്കാൾ നല്ലതുപോലെ പരിശീലിപ്പിക്കുവാൻ പ്രാപ്തരായ ഒരു മനുഷ്യരും ലോകത്തിലില്ല. അപ്പോൾ കർത്താവിൻ്റെ ഏറ്റവും വലിയ പരിശീലനം കഴിഞ്ഞതിന് ശേഷം കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, ഞാൻ പോകും, പോകാഞ്ഞാൽ കാര്യസ്ഥൻ വരികയില്ല. കാര്യസ്ഥൻ വരും. കാര്യസ്ഥൻ വന്നതിന് ശേഷം എന്താണ് ചെയ്യുന്നത്? അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. മറ്റ് സുവിശേഷങ്ങളിൽ ഞാൻ വായിക്കുന്നത്, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും അവൻ നിനക്ക് ഓർമ്മപ്പെടുത്തും എന്നുള്ളതാണ്. അപ്പോൾ കർത്താവ് പോയതിന് ശേഷം പരിശുദ്ധാത്മാവ് വന്നിട്ട് എന്തിനാണ് ഈ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്നത് ലോകത്തിന്, ശിഷ്യന്മാർക്കും ലോകത്തിന് എല്ലായിടത്തും? ഈ 3.5 വർഷത്തെ പരിശീലനത്തിന് ശേഷവും പാപമെന്ത്, നീതി എന്ത്, ന്യായവിധി എന്ത് എന്ന് ശിഷ്യന്മാർക്ക് മനസ്സിലായില്ലേ എന്നുള്ള ഒരു ചോദ്യം വളരെ സ്വാഭാവികമാണ്, അല്ലേ? ഇപ്പം നമുക്കറിയാം, ലോകത്തിൽ ധാരാളം പാപങ്ങളുണ്ട്. നമുക്ക് സമൂഹത്തിലേക്ക് ഇറങ്ങി ഏത് മതസ്ഥരോട് ചോദിച്ചാലും, ഇനി നിരീശ്വരവാദികളോട് ചോദിച്ചാലും ശരിയും തെറ്റും തമ്മിലുള്ളതായ ഒരു വ്യത്യാസം അവർ പറയും. കൊലപാതകം പാപമാണ് എന്ന്, അല്ലെങ്കിൽ അത് ആരും അംഗീകരിക്കില്ല. ഏത് മതത്തിൽപ്പെട്ട ആളായാലും കൊലപാതകത്തെക്കുറിച്ച് അത് പാപമല്ല എന്ന് പറയുന്നതായിട്ടുള്ള ആളുകളില്ല. അപ്പോൾ പാപത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവ് ബോധം വരുത്തുമെന്ന് പറയുമ്പോൾ ആ പാപം എന്ന് പറയുന്നത് നമ്മളുടെ ബുദ്ധിയിലും നമ്മുടെ ചിന്തയിലും നാം ചിന്തിക്കുന്ന നിലയിലുള്ള ഒരു പാപത്തെക്കുറിച്ചല്ല. അതല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് ബോധം വരുത്തുന്നതായിട്ടുള്ള പാപത്തിന്റെ തലങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ കാണുന്നതോ മനസ്സിലാക്കുന്നതോ ചിന്തിക്കുന്നതോ ആയ പാപത്തിന്റെ തലങ്ങളെ കുറിച്ചല്ല. എനിക്കറിയാം, കൊലപാതകം, വ്യഭിചാരം, മോഷണം, അല്ലെ, 10 കൽപ്പനകൾ, ഏത് കൽപ്പനകൾ എടുത്താലും ഇത് പാപമല്ല എന്ന് പറയുന്നതായിട്ടുള്ള ഒരാളും ഇന്ന് ലോകത്തിലില്ല. അപ്പോൾ പിന്നെ പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ച് ബോധം വരുത്താനായിട്ട് വരേണ്ടതിന്റെ ആവശ്യം എന്താണ്? നീതിയെക്കുറിച്ച് ബോധം വരുത്തണമെങ്കിൽ പരിശുദ്ധാത്മാവ് വേണം. ന്യായവിധി, ദൈവത്തെ അനുസരിക്കാത്തതായിട്ടുള്ള എല്ലാവർക്കും ന്യായവിധി വരും. അത് ഒറ്റ വാക്കിൽ തീരുന്നതായിട്ടുള്ളൊരു കാര്യമാണെങ്കിൽ പരിശുദ്ധാത്മാവ് വന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്ന, ലോകത്തെ ബോധ്യപ്പെടുത്തുന്നതായിട്ടുള്ള പാപമേത്, നീതി ഏത്, ന്യായവിധി ഏത്, ഇതൊരു സ്വാഭാവികമായിട്ട് ഉന്നയിക്കപ്പെടുന്ന, ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ്. പരിശുദ്ധാത്മാവ് വന്നാൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് ഒത്തിരി തെറ്റിദ്ധാരണയുള്ള ഒരു ലോകമാണ് നമ്മുടെ ലോകം. പലപ്പോഴും പരിശുദ്ധാത്മാവിന്റെ വരവിനും പരിശുദ്ധാത്മാവിന്റെ നിറവിനുമായിട്ട് തെളിവായിട്ട് ഇന്ന് ക്രിസ്തീയ സഭകളിൽ, പെന്തക്കോസ്ത് പ്രസ്ഥാനങ്ങളിലും അതുപോലെ തന്നെ റോമൻ കത്തോലിക്ക സഭയിലുമൊക്കെ അവര് അന്യഭാഷ പറയുന്നതോ അല്ലെങ്കിൽ അവരെന്തെങ്കിലും സംസാരിക്കുന്നത് അതതിന്റെ തെളിവായിട്ട് എടുക്കുന്നതായിട്ടുള്ളൊരു രീതിയുണ്ട്. ഞാൻ ഓർക്കുന്നു, ഏകദേശം 95-ലോ 96-ലോ ആണ് ഞാൻ കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന കാലത്ത് അന്ന് ഈ ശ്രീ രവിശങ്കർ എന്ന് പറയുന്ന ഒരാളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അദ്ദേഹത്തിന്റെ ഒരു ബ്രീത്തിങ് എക്സസൈസ്, അങ്ങനെ ഒരു പരിശീലനമൊക്കെ ആയിട്ട് അദ്ദേഹം കേരളത്തില്
അങ്ങനെ പല സ്ഥലങ്ങളിലും പോവുകയും ആളുകളെ പരിശീലിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സമയമായിരുന്നു. അന്ന് ഞാൻ ജോലി ചെയ്തിരുന്ന ബാങ്കിലെ എൻ്റെ മാനേജര് അതിന് പോയി. അപ്പോൾ എന്നെയും ക്ഷണിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്തായാലും ഞാൻ വരുന്നില്ല, സാറ് പോയിട്ട് എന്താണെന്ന് കാണ് എന്ന് പറഞ്ഞു. അപ്പോൾ സാറ് പോയി വന്നതിന് ശേഷം എൻ്റെ അടുത്ത് പറഞ്ഞു, സുജു, അത് ഭയങ്കര ഒരു അനുഭവമാണ്, അത് അനുഭവിച്ചാലേ അത് അറിയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, എന്താ സാറേ അവിടെ ചെയ്തത്, എന്താണ് സാറിനെ കൊണ്ട് ചെയ്യിപ്പിച്ചതെന്ന് ചോദിച്ചപ്പം സാറ് പറഞ്ഞു, അത് ഈ ശ്വാസം വലിക്കുക വിടുക, അതിൻ്റെ ഫ്രീക്വൻസി അങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുമ്പം ഭയങ്കര ഒരു റിലാക്സേഷനാണ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു, ഇപ്പം ശ്രീ രവിശങ്കറിൻ്റെ അടുത്തൊന്നും പോകാതെ എന്നാൽ ഞാൻ തന്നെ ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാനതൊന്ന് പരീക്ഷിച്ചു. പ്രിയമുള്ളവരെ, ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ട്രാൻസിലായി. ഞാനിത് ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല, ഞാനത് മറന്നുപോയായിരുന്നു, അതുകൊണ്ടാണ് ഇതുവരെ ആരോടും പറയാൻ. ഞാൻ ട്രാൻസിലായി എന്ന് പറഞ്ഞാൽ എൻ്റെ കൺട്രോൾ എനിക്ക് നഷ്ടപ്പെട്ടു. അപ്പം തന്നെ എനിക്ക് ബോധ്യമായി, സംഗതി നമ്മുടെ സുബോധം നഷ്ടപ്പെടുന്നതായിട്ടുള്ളൊരവസ്ഥ ഒരിക്കലും ശുഭകരമായ അവസ്ഥയല്ല. അപ്പം ഞാൻ എൻ്റെ ശ്വാസോച്ഛ്വാസം അവിടെ അതിൻ്റെ സ്പീഡ് താത്തി കൊണ്ടുവന്ന് ട്രാൻസ് അങ്ങനെ തന്നെ പോവുകയും ചെയ്തു. അപ്പോൾ ഈ ട്രാൻസിലാകുന്നതാണ് അല്ലെങ്കിൽ സുബോധം നഷ്ടപ്പെടുന്നതാണ് പരിശുദ്ധാത്മാവ് വരുന്നതിൻ്റെ ലക്ഷണവും അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൻ്റെ ലക്ഷണവും എന്ന് പഠിപ്പിക്കുന്നതായിട്ടുള്ള ധാരാളം സഭകൾ ഇന്ന് ലോകത്തുണ്ട് എന്ന് നമുക്കറിയാമല്ലോ. സാധാരണ എങ്ങനെയാണ് ഈ ട്രാൻസിലേക്ക് പോകുന്നത്? എപ്പോഴാ? നല്ല സ്പീഡിൽ അല്ലെ, ഡ്രമ്മൊക്കെ അടിച്ച് മ്യൂസിക്കൊക്കെ ഇട്ട് സ്പീഡിൽ അങ്ങ് പാടി വരുമ്പോഴാണ് ഇവർ ട്രാൻസിലേക്ക് പോവുകയും അന്യഭാഷ എന്നുള്ള നിലയിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ശബ്ദങ്ങൾ അവരെ പുറപ്പെടുവിക്കുകയും ചെയ്യുന്നത്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതേ സ്പീഡിൽ നമ്മുടെ ശ്വാസോച്ഛ്വാസം ചെയ്തു കഴിഞ്ഞാലും അതേ ട്രാൻസിലേക്ക് പോകാനായിട്ട് നമുക്ക് സാധിക്കും. നമുക്ക് നമ്മുടെ ബ്രെയിനും നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം അത് മനുഷ്യന്റെ സ്വാഭാവികമായിട്ടുള്ള പ്രവർത്തനങ്ങളെക്കാൾ കൂടിയ ഒരു സ്പീഡിൽ വരുമ്പോൾ നമ്മുടെ തലച്ചോറിൽ അതിന് സംബന്ധിക്കുന്നതായിട്ടുള്ള കേന്ദ്രീകരണം, കൺട്രോൾ നഷ്ടപ്പെടുന്നതാണ് യഥാർത്ഥത്തിൽ ഈ സംഭവിക്കുന്നതൊക്കെ. നമ്മൾ സാധാരണഗതിയിൽ ജോലി ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ അതിനെ നിയന്ത്രിക്കുന്നതൊക്കെ നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റം, ബ്രെയിനിൽ നിന്നാണ്. നമുക്കറിയാം, നമ്മൾ തീയിൽ തൊട്ടാൽ പെട്ടെന്ന് നമ്മൾ കൈവരിക്കും. അതിന് റിഫ്ലക്സ് ആക്ഷൻ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്, മലയാളം വാക്ക് എനിക്കറിയത്തില്ല. പെട്ടെന്ന് കൈവലിക്കും. അപ്പൊ ഈ പെട്ടെന്ന് കൈവലിക്കുന്നതിന് കാരണം എന്ന് പറയുന്നത് അത് നമ്മുടെ കൈ പൊള്ളുമ്പോൾ നമ്മുടെ തലച്ചോറിലേക്ക് മെസ്സേജ് പോകുന്നില്ല, അതിനു മുമ്പ് തന്നെ അപകടകരമാണ് എന്നുള്ളത് കൊണ്ട് നമ്മുടെ സ്പൈനൽ കോഡിൽ നിന്ന് തന്നെ മെസ്സേജ് കിട്ടും കൈ മാറ്റിക്കോ എന്ന്. അതാണ് റിഫ്ലക്സ് ആക്ഷൻ എന്ന് പറയുന്നത്. അതായത് തലച്ചോറിൽ ചെന്ന് പ്രോസസ്സിങ് നടത്തി തിരിച്ച് കൈ മാറ്റണം എന്നുള്ള ഓർഡർ വരുന്നതിന് മുമ്പ് അത്രയും താമസിച്ചാൽ അത് അപകടമാണ് എന്നുള്ളത് കൊണ്ടാണ് ദൈവം വളരെ അപകടകരമായ അവസ്ഥയിൽ മനുഷ്യന് പെട്ടെന്ന് പ്രതികരിക്കാനായിട്ട് അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടുന്നതായിട്ടുള്ള സമയമെടുക്കാതെ നാം അതിനെ കൂടുതൽ പ്രഷറൈസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ പ്രവർത്തനം നമ്മുടെ തലയിൽ എങ്ങുമില്ലാതെ നമ്മൾ ബോധമില്ലാത്തൊരു അവസ്ഥയിലേക്ക് പോകും. അത് കഴിഞ്ഞ് അതിൽ നിന്നൊക്കെ മാറിക്കഴിഞ്ഞു കഴിയുമ്പോൾ ഈ ബോധമില്ലാത്ത അവസ്ഥയിൽ കുറച്ചു നേരം ഇരുന്നാൽ കുറച്ച് കഴിയുമ്പോൾ നമുക്കൊരു റിലാക്സേഷനൊക്കെ തോന്നും. അതൊക്കെ ശരിയാണ്, നിങ്ങൾ പരീക്ഷിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം സുബോധമില്ലാതെ പോകുന്ന അവസ്ഥ ഒരിക്കലും നമുക്ക് നല്ലതല്ല. പക്ഷെ ഞാനൊന്ന് പരീക്ഷിച്ചു. 1995 എൻ്റെ ഓർമ്മ, അല്ലെങ്കിൽ 96. ശരി, അപ്പോൾ പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് പറയുന്നത്. പരിശുദ്ധാത്മാവ് വന്നാൽ നമുക്ക് ഒരുപക്ഷെ ഇന്നത്തെ സാമാന്യമായിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാകാത്തതായിട്ടുള്ള നിലയിൽ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ചിലതൊക്കെ ആത്മാവിന് പറയാനുണ്ട്. അതുകൊണ്ടാണല്ലോ ആത്മാവ് വരേണ്ടുന്നതായിട്ടുള്ള ആവശ്യം കർത്താവ് തന്നെ പറഞ്ഞത്. അപ്പോൾ അതെന്താണ് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. നമുക്ക് മുൻപിൽ അരമണിക്കൂറാണുള്ളത്. ദൈവവചനം ധാരാളമുണ്ട്, എങ്കിലും അതെല്ലാം വായിക്കാനായിട്ട് തീരുമാനിച്ചാൽ ഈ ഒരു വിഷയം അതിൻ്റെ ഒരു ചെറിയ പൂർണ്ണതയിൽ സംസാരിച്ചു തീർക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഈ ആഴ്ച ഉള്ളവർ അടുത്ത ആഴ്ച കാണില്ല, ഇന്നില്ലാത്തവർ അടുത്ത ആഴ്ച കാണും. ആർക്കും അത് നമ്മളൊക്കെ പെട്ടെന്ന് മറന്നു പോവുകയും പിന്നെ പ്രത്യേകിച്ച് ഇത്തരം സന്ദേശങ്ങൾ വീണ്ടും വീണ്ടും കേൾക്കാനായിട്ട് താല്പര്യമില്ലാതെ വേണമെങ്കിൽ ടിവിയുടെ മുമ്പിലൊക്കെ മണിക്കൂറുകൾ ഇരിക്കാൻ താല്പര്യമുള്ള ആളുകളാണ് നമ്മൾ. അപ്പോൾ അതുകൊണ്ട് ഒരു വിഷയത്തെ അത് ഒന്ന് പൂർത്തിയാക്കണം എന്നുള്ള ആഗ്രഹമുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ പോകുന്നില്ല.
ശരി, പാപം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നത് പോലെ വളരെ ഉപരിപ്ലവമായിട്ട് മാത്രം ചിന്തിച്ച് അവസാനിപ്പിക്കാവുന്ന ഒരു കാര്യമല്ല. നാം മനസ്സിലാക്കുന്ന പാപം ഒരുപക്ഷെ ഈ ലോകത്തിലുള്ള ഏത് മനുഷ്യനും മനസ്സിലാക്കുന്നത് പോലെ മാത്രമാണ് പാപത്തെക്കുറിച്ച്. അതിന് പരിശുദ്ധാത്മാവിന്റെ ആവശ്യമില്ല. പരിശുദ്ധാത്മാവാണോ നിരീശ്വരവാദിക്ക് തെറ്റിനെയും ശരിയെയും കുറിച്ചുള്ള പ്രമാണം പറഞ്ഞു കൊടുക്കുന്നത്? അല്ല, ഒരിക്കലുമല്ല. അവരിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമില്ല. അതൊക്കെ ലോകത്തില് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന ബൈബിൾ വെച്ച് എഴുതിയതായിട്ടുള്ള ഒരു പുസ്തകമല്ല. ഇന്ത്യൻ ഭരണഘടന അതുപോലെ തന്നെ ഏതെങ്കിലും ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നതായിട്ടുള്ള ആളുകളുടെ പ്രവർത്തന ഫലമായിട്ട് ഉണ്ടായതുമല്ല. പക്ഷെ അതിനകത്ത് നീതി എഴുതിയിട്ടുണ്ട്, ന്യായം എഴുതിയിട്ടുണ്ട്, ശരി എഴുതിയിട്ടുണ്ട്, തെറ്റെഴുതിയിട്ടുണ്ട്. അതിനൊക്കെയുള്ള ശിക്ഷകളും ഒക്കെ അവിടെ എഴുതിയിട്ടുണ്ട് എന്ന് നമുക്കറിയാമല്ലോ. അപ്പൊ പാപം എന്ന് പറഞ്ഞാൽ എന്താണ്, പരിശുദ്ധാത്മാവ് എന്താണ് നമ്മളെ ബോധം വരുത്തേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് അല്പമായി തുറന്നുള്ള സമയത്ത് ചിന്തിക്കാം. നമ്മെ സംബന്ധിച്ചിടത്തോളം പാപം എന്ന് പറയുമ്പോൾ ഇപ്പം കൊലപാതകം ചെയ്തു, അല്ലെ? കൊലപാതകം ചെയ്തു, അതൊരു പ്രവൃത്തിയാണ്. പ്രവൃത്തി തലത്തിലുള്ള പാപത്തെക്കുറിച്ച് നമുക്ക് ഉറപ്പാണ്. അതാണ് പൊതുവിൽ ആളുകളെല്ലാവരും ഒരുത്തൻ കുറ്റവാളിയാണ് എന്ന് പറഞ്ഞ് പാപിയാണ് എന്നൊക്കെ പറയുന്നത്, കുറ്റവാളിയാണെന്ന് പറയുന്നത്. ആരെങ്കിലും കൊല ചെയ്താൽ പോലീസ് പിടിച്ചു കൊണ്ടുപോയി അവന് അർഹമായിട്ടുള്ള ശിക്ഷ കൊടുക്കും. അതാണ് ലോകത്തിന്റെ മുമ്പിലുള്ളതായിട്ടുള്ള പാപത്തെ സംബന്ധിക്കുന്നതായിട്ടുള്ള അല്ലെങ്കിൽ തെറ്റിനെ സംബന്ധിക്കുന്നതായിട്ടുള്ള കാഴ്ചപ്പാട് എന്ന് പറയുന്നത്. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു പടി കൂടി കടന്ന് നമ്മൾ പാപത്തെക്കുറിച്ച് ചിന്തിക്കും. എന്താണ്? തെറ്റായിട്ടുള്ള ചിന്തകൾ, നമ്മുടെ ചിന്താതലത്തിലുള്ളതായിട്ടുള്ള തെറ്റുകളെ കൂടി നമ്മൾ ഒരു പാപമായിട്ട് വിശ്വാസികൾ ചിന്തിക്കും. പക്ഷെ മറ്റ് മതസ്ഥരായിട്ടുള്ള ആളുകൾ അങ്ങനെ ചിന്തിക്കുന്നില്ല. അത് വിശ്വാസികൾക്ക് മാത്രമുള്ളതാണ്. ആരെയെങ്കിലും കൊല്ലണമെന്ന് നീ വിചാരിച്ചു എന്നെനിക്ക് മനസ്സിലായി, എന്നാൽ പിന്നെ നിന്നെ അങ്ങ് കൊന്നേക്കാമെന്നോ ശിക്ഷിച്ചേക്കാമെന്നോ ഒരു നീതിപീഠവും ഇന്ത്യയിലല്ല ലോകത്തൊരിടത്തും പറയുകയില്ല. നമ്മുടെ ചിന്തകളെ വിശകലനം ചെയ്യാനോ അത് തെറ്റായിട്ടുള്ള ചിന്തകൾക്ക് ശിക്ഷ കൽപ്പിക്കാനോ ലോകത്തൊരു നീതിപീഠവുമില്ല. പക്ഷെ സ്വർഗത്തിലൊരു നീതിപീഠമുണ്ട്. ആ നീതിപീഠം തെറ്റായിട്ടുള്ള ചിന്തകളെയും ന്യായം വിധിക്കുന്നതായിട്ടുള്ള നീതിപീഠമാണ്. നമുക്കറിയാം, സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവൻ അവളുമായി വ്യഭിചാരം ചെയ്തു. അത് വ്യഭിചാരം ചെയ്തതിന് തുല്യമായിട്ട് തന്നെയാണ് കർത്താവ് അതിനെ കാണുന്നത്. അപ്പോൾ മോഹം, ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടുകഴിഞ്ഞാൽ, ലോകത്തെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അവരെ കുറിച്ച് പറയുന്നത് വ്യഭിചാരിണികളെ. യാക്കോബ് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൽ വ്യഭിചാരികളും വ്യഭിചാരിണികളുമായുള്ളവരെ എന്നാണ് യഥാർത്ഥത്തിൽ അതിന്റെ ഗ്രീക്കിലുള്ളത്. ഇംഗ്ലീഷിലും അത് തന്നെയാണ്. പക്ഷേ മലയാളത്തിൽ അവർ ഒറ്റ വാക്ക് മാത്രമേ ഉള്ളൂ. സ്ത്രീയും പുരുഷനുമായി സ്ത്രീയും പുരുഷനും രണ്ടുപേരെയും പ്രത്യേകമായിട്ട് അവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. വ്യഭിചാരികളും വ്യഭിചാരിണികളുമായുള്ളവരെ ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാവുന്നത് നിങ്ങൾ അറിയുന്നില്ലയോ? അപ്പോൾ നമ്മുടെ ചിന്താതലത്തിലുള്ളതായിട്ടുള്ള കാര്യങ്ങളെ പാപമായിട്ട് നമ്മൾ കൂടി മനസ്സിലാക്കുന്നുണ്ട്. എന്നാൽ പാപത്തിന്റെ തലം എന്ന് പറയുന്നത് ഇവിടെ രണ്ടിടത്തും അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഏതനിലേക്ക് പോയാൽ നമുക്ക് പാപത്തിന്റെ വ്യത്യസ്തമായുള്ള തലങ്ങളെ കുറിച്ചും കാണാനായിട്ട് കഴിയും. പ്രവർത്തന ഉണ്ടായതായിട്ടുള്ള പാപം എന്താണ്? ഹവ്വ പഴം പറിച്ചു തിന്നു, ഭർത്താവിനും കൊടുത്തു, അവനും തിന്നു. അതാണ് പ്രവർത്തന തലത്തിലുള്ളതായ പാപം എന്ന് പറയുന്നത്. എന്നാൽ അതിനു മുമ്പ് ഹവ്വായുടെ മനസ്സിന്റെ തലത്തിൽ, ചിന്തയുടെ തലത്തിൽ ഒരു പാപം സംഭവിച്ചു. എന്താണ് ആ പാപം? അവിശ്വാസം അല്ല, ചിന്താതലത്തിൽ അവിശ്വാസം വരുന്നുണ്ട്. ചിന്താതലത്തിൽ വന്നതായിട്ടുള്ള പാപം എന്താണെന്ന് വിചാരിച്ചാൽ, ഈ ശരിയും തെറ്റും ഒക്കെ അറിയണമെങ്കിൽ എപ്പോഴും ഈ ദൈവത്തോട് ചോദിക്കേണ്ടതായിട്ടുള്ള ആവശ്യം എന്താണ്? ഈ ശരിയും തെറ്റും ഒക്കെ ഞാൻ തന്നെ തീരുമാനിക്കും, ഞാൻ ദൈവത്തെ പോലെയാകും. പിശാച് അത് പറഞ്ഞല്ലേ പ്രലോഭിപ്പിച്ചേ, നീ ദൈവത്തെ പോലെയാകും, ഈ വൃക്ഷത്തിന്റെ ഫലം തിന്നാൽ നീ മരിക്കുകയില്ല, നീ ദൈവത്തെ പോലെയാകും എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവമാണ് ശരി തെറ്റുകളുടെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ശരിയും തെറ്റും അന്വേഷിക്കാനായിട്ട് നീ ഇനി ദൈവത്തിന്റെ അടുക്കിലേക്ക് പോകുന്നതായിട്ടുള്ള ആവശ്യമില്ല. നിനക്ക് തന്നെ ശരിയും തെറ്റും തീരുമാനിച്ച് നീ സ്വതന്ത്രനായി, ദൈവത്തിൽ നിന്നും സ്വാതന്ത്ര്യം പ്രാപിച്ച് സ്വതന്ത്രനായി നിനക്ക് ജീവിക്കാം. അത് തൻ്റെ ചിന്താതലത്തിൽ അല്ലെങ്കിൽ മനസ്സിൽ വന്നതായിട്ടുള്ള പാപമാണ്. പിശാചിന് എന്താ സംഭവിച്ചേ? പിശാച്, ഞാൻ എൻ്റെ സിംഹാസനം
ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ മുമ്പിൽ വയ്ക്കും, മുകളിൽ വയ്ക്കും എന്ന് അവൻ ഹൃദയത്തിൽ നിരൂപിച്ചതേ ഉള്ളൂ. ദൈവം അവനെ തള്ളി താഴെയിട്ടു. അപ്പോൾ ചിന്താതലത്തിൽ പോലും ചെയ്യുന്നതായിട്ടുള്ള പാപം ഗൗരവമാണെന്ന് പിശാചിനറിയാം. പിശാച് ആ ചിന്താതലത്തെ അങ്ങോട്ട് മോഡിഫൈ ചെയ്തു. അതിനുശേഷം പിശാച് പറഞ്ഞു, നീ അത് കഴിച്ചാൽ മരിക്കുകയൊന്നുമില്ല. അത് വിശ്വസിച്ചു. അങ്ങനെ ചിന്താതലത്തിലുള്ള ഒരു പാപത്തെക്കുറിച്ച് നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും. മൂന്നാമത്, പാപത്തിന് മറ്റൊരു തലമുണ്ട്. അത് നമുക്ക് റോമർക്ക് എഴുതിയ ലേഖനത്തിലൊക്കെ അത് ധാരാളമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തെ പാപത്തിന്റെ തലം പലപ്പോഴും നമ്മളത് മനസ്സിലാക്കാറില്ല എന്നുള്ളതാണ് സത്യം. ഈ പഴം കണ്ടപ്പോൾ ഹവ്വായുടെ മനസ്സിൽ കൂടെ ചില ചിന്തകൾ പോയി. അത് ഈ പാപത്തിന്റെ മറ്റൊരു തലമാണ്. അതെന്താ? കാണാൻ ഭംഗിയുള്ളത്, അല്ലേ? തിന്മാൻ നല്ലത്, ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യം. അപ്പം ഹവ്വായുടെ ശരീരത്തിൽ ചില പ്രവർത്തനങ്ങൾ ആ സമയത്ത് നടന്നു. നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാമായിരിക്കും, ഒരു ചെറിയ കുഞ്ഞിനെ കണ്ടു കഴിഞ്ഞ് കഴിയുമ്പം നമുക്ക് ആ കുഞ്ഞിനോടൊരു ഭയങ്കര ഒരു ആകർഷണം തോന്നും. നമ്മൾ ആ കുഞ്ഞിനെ എടുത്ത് താലോലിക്കും, ഉമ്മ കൊടുക്കും, കളിപ്പിക്കും, ഇല്ലേ? അത് നമ്മളെല്ലാവരും അങ്ങനെ പൊതുവെ ആളുകളൊക്കെ ചെയ്യുന്ന ആളുകളാണ്. അതിന് കാരണം എന്താണെന്നറിയാമോ? നമ്മുടെ ശരീരത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഒരു കുഞ്ഞിനെ കാണുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഡോപ്പമിൻ എന്ന് പറയുന്നതായിട്ടുള്ള ഒരു രാസവസ്തു ഉൽപ്പാദിപ്പിക്കും. അപ്പം നമുക്ക് വളരെ സന്തോഷവും ആകർഷതയും ഒക്കെ തോന്നുന്നതായിട്ടുള്ള കാര്യമാണ് ഈ കെമിക്കൽ നമുക്ക് തരുന്നത്. അത് നമ്മൾ അറിയുന്നില്ല. പക്ഷെ നമ്മളത് ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞ് കഴിയുമ്പം നമ്മൾ വളരെ സൗമ്യതയും സ്നേഹവും കരുണയൊക്കെ ഉള്ളതായിട്ട് നമ്മൾ മാറുകയാണ് ചെയ്യുന്നത്. എന്നാൽ നമുക്ക് ഇഷ്ടക്കേടുള്ള ഒരാളെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ ശരീരത്തിൽ വേറെയും രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കും, അഡ്രീനാലിൻ എന്ന് പറയുന്നത്. അപ്പം ആരെങ്കിലും നമ്മളെ അടിക്കാൻ വന്നാൽ അല്ലെങ്കിൽ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഉള്ളിൽ ഒരു പക വരുന്നുണ്ടല്ലോ, ഇല്ലേ? ഈ പക വരുന്നത് നമ്മൾ വിചാരിക്കും നമ്മുടെ മനസ്സിന്റെ മാത്രം പ്രശ്നമാണെന്നല്ല. ഈ അഡ്രീനാലിൻ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ അഡ്രീനാലിൻ ശരീരം നിർവീര്യമാക്കുന്നത് വഴി കോപത്താൽ വിറച്ച് അങ്ങനെ നിൽക്കുന്നതായിട്ടുള്ള ഒരു അവസ്ഥ. അതായത് നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങളിൽ തന്നെ പാപത്തിന്റെ ഒരു പ്രമാണമുണ്ട്. അത് നമുക്ക് റോമർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായത്തിൽ അതിനെക്കുറിച്ച് നമുക്ക് നാം പൗരസ്ത്യ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് 2-3 വാക്യങ്ങളൊന്ന് നോക്കാം. റോമർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായം 5-ാമത്തെ വാക്യം. നാം ജഡത്തിലായിരുന്നപ്പോൾ ന്യായപ്രമാണത്താൽ ഉളവായ പാപരാഗങ്ങൾ മരണത്തിന് ഫലം കായ്ക്കത്തക്കവണ്ണം നമ്മുടെ അവയവങ്ങളിൽ വ്യാപരിച്ചു പോന്നു. അല്ലേ? ശരിയല്ലേ? നാം ജഡത്തിലായിരുന്നപ്പോൾ, അതായത് ഇപ്പോൾ ആത്മാവിലാണ്, പക്ഷെ നേരത്തെ ജഡത്തിൽ അനുസരിച്ച് ജീവിച്ചപ്പോൾ ന്യായപ്രമാണത്തിൽ ഉളവായ പാപരാഗങ്ങൾ മരണത്തിന് ഫലം കായ്ക്കത്തക്കവണ്ണം. അപ്പോൾ പാപരാഗങ്ങൾ ഉണ്ടായതിന്റെ പിന്നിൽ എന്താണ് അവിടെ ഉണ്ടായിരുന്നത്? അവയവങ്ങളിൽ ഒരു പ്രശ്നമുണ്ടായിരുന്നു. നമ്മുടെ അവയവങ്ങളിൽ വ്യാപരിച്ചു പോന്നു. വീണ്ടും തുടർന്ന് നമ്മൾ വായിക്കുമ്പോൾ 23-ാമത്തെ വാക്യത്തിൽ, എങ്കിലും എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എൻ്റെ അവയവങ്ങളിൽ കാണുന്നു. അതെന്റെ അവയവങ്ങളിലുള്ള പാപപ്രമാണത്തിന് എന്നെ ബദ്ധനാക്കി കളയുന്നു. അപ്പോൾ നമ്മുടെ അവയവങ്ങളിൽ ഒരു പാപപ്രമാണമുണ്ട്. ആ പാപപ്രമാണത്തിന് നമ്മൾ ബദ്ധരായി പോകുന്നതായിട്ടൊരു അവസ്ഥയുണ്ട്. നമുക്കിഷ്ടമില്ലാത്തതിനെ കാണുമ്പോൾ വെറുക്കാനും നമുക്കിഷ്ടമുള്ളതിനെ കാണുമ്പോൾ അതിനോട് ആകർഷണം തോന്നാനും നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ അവയവങ്ങളിൽ തന്നെ ഒരു പ്രമാണം ഉണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ പാപത്തിന് മൂന്നാമത്തെ തലമുണ്ട്. എന്താണ്? നമുക്ക് നിയന്ത്രണമില്ലാതെ, അല്ലേ? ഒരു പാമ്പിനെ കണ്ട് നമ്മൾ പേടിച്ചാൽ സാധാരണഗതിയിൽ വലിയ ഓടാൻ ശക്തിയില്ലാത്ത ഒരാളാണെങ്കിലും ആ സമയത്ത് ഒരു ഓടും, ഇല്ലേ? ശരിയാണോ? ഓടും. എന്തുകൊണ്ടാണെന്നറിയാമോ? അങ്ങനെ ഓടാനായിട്ട് ഒരു സ്പെഷ്യൽ എനർജി തരുന്നതായിട്ടുള്ള ഒരു സംവിധാനം ശരീരത്തിലുണ്ട്. അത് മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്നതായിട്ടുള്ള ഒരു ക്രമീകരണമാണത് എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ നമ്മുടെ അവയവങ്ങളിൽ നമ്മളറിയാതെ പ്രവർത്തിക്കുന്നതായിട്ടുള്ള ചില പ്രവർത്തനങ്ങളുണ്ട്. അതാണ് പാപം നമ്മുടെ അവയവങ്ങളിൽ വസിക്കുന്നു എന്ന് പറയുന്നതിന് കാരണം. ഇതിനുള്ള പരിഹാരമായിട്ടാണ് നിങ്ങളുടെ ശരീരങ്ങളെ ദൈവത്തിന് യാഗമായി സമർപ്പിപ്പിനെന്ന് പറയുന്നത്. നിങ്ങളുടെ ശരീരങ്ങളെ സമർപ്പിക്കുവാനായിട്ടാണ് പറയുന്നത്. നമ്മുടെ ശരീരങ്ങളെ മാത്രമായിട്ട് ദൈവത്തിന് സമർപ്പിച്ചെടുക്കാൻ പറ്റുമോ? പറ്റും. അവിടെ നിങ്ങളെ ജഡത്തെ എന്ന് പറയുന്നില്ല, നിങ്ങളെ ആകമാനം എന്ന് പറയുന്നില്ല, നിങ്ങളുടെ ശരീരങ്ങളെ എന്നാണ് പറയുന്നത്.
പിന്നെ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിച്ചാൽ, ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുക, പിന്നെ ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുക. അപ്പൊ ശരീരത്തിന്റെ പ്രവൃത്തികൾ എന്ന് പറയുന്നത് നമ്മുടെ ജഡത്തിന്റെ പ്രവൃത്തികളുമായിട്ട് വ്യത്യാസമുണ്ട്. ഈ ശരീരത്തിന്റെ പ്രവൃത്തികൾ ഒരു പാപപ്രമാണം നമ്മുടെ അവയവങ്ങളിൽ വ്യാപരിക്കുന്നു എന്നുള്ളതാണ്. ഇത് ഹൗവായിൽ വ്യാപരിച്ചു. എന്താ സംഭവിച്ചേ? ഇത് തിന്മാൻ നല്ലതാന്ന് തോന്നി, ഡോപ്പമിൻ ഉണ്ടാക്കി. പിശാച് പറഞ്ഞു, ജ്ഞാനം പ്രാപിപ്പാൻ ഏറ്റവും നല്ലതാണ്, ഇനി ദൈവത്തിന്റെ അടുക്കിലേക്ക് ഒരു കാര്യത്തിലും പോകണ്ട, അങ്ങനെ ദൈവത്തെ ആശ്രയിച്ച് ജീവിക്കുന്നതായിട്ടുള്ളൊരു പരിപാടി നിനക്ക് വേണ്ട, സ്വന്തമായിട്ട് തീരുമാനിക്കാം, അതായത് നീ ദൈവത്തെ പോലെയാകും. പിന്നെ തിന്നാൻ, അല്ലെ, നമ്മള് എന്തെങ്കിലും നല്ല അയൽവക്കത്ത് നല്ല കറിയൊക്കെ വെക്കുമ്പോൾ അതിന് മണം ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വായിൽ വെള്ളം വരും, ഇല്ലേ? ശരിയല്ലേ? അതും അതുപോലെയുള്ളതായിട്ടുള്ള നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നതായിട്ടുള്ള രാസവസ്തുക്കളുടെ ഫലമായിട്ടാണ് വായിൽ കപ്പൽ ഓടിക്കാമെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ശരിയാണോ? ആണ്. അപ്പോൾ അതൊക്കെ ഈ ശരീരത്തിന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നതായ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതായിട്ടുള്ള രാസവസ്തുക്കളുടെ അല്ലെങ്കിൽ ഹോർമോണുകളുടെ പ്രത്യേകത കൊണ്ട് സംഭവിക്കുന്നതാണ്. എനിക്കറിയാം, ഒരാളെ പുള്ളി കറിയൊക്കെ ഇച്ചിരി മോശമാണെങ്കിൽ പുള്ളിയുടെ മൊബൈല് തുറന്നിട്ട് നല്ല ഒരു ഫിഷ് ഫ്രൈയുടെ പടം ഡൗൺലോഡ് ചെയ്ത് അവിടെ വെക്കും, എന്നിട്ട് ആ ഭക്ഷണം കഴിക്കും. അപ്പൊ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ പടം കാണുമ്പോൾ ഒരു ഉള്ളിൽ ഭക്ഷണം കഴിക്കാനായിട്ടുള്ള നല്ല കറിയുടെ ഒരു പടം, മണം പോലും വേണ്ട, പടം കണ്ടാൽ ഭക്ഷണം കഴിക്കാനായിട്ടുള്ള ഉത്സാഹം ശരീരത്തിലുണ്ടാകും. അത് ഈ ഉള്ള ക്രമീകരണത്തിന്റെ അല്ലെങ്കിൽ ശരീരത്തിൽ വ്യാപരിക്കുന്നതായിട്ടുള്ള ഈ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ്. പിന്നെ നാലാമത്തെ തലം ശരത്ത് പറഞ്ഞതായിട്ടുള്ളതാണ് അവിശ്വാസം. ഈ അവിശ്വാസത്തെ നമ്മൾ പലപ്പോഴും പാപത്തിന്റെ ഒരു തലമായിട്ട് കാണാറില്ല. പലപ്പോഴും അത് നമ്മുടെ ഒരു ബലഹീനത, അല്ലെ? അതൊക്കെ ഓരോ ആളുകളുടെ രീതി, സ്വഭാവം എന്നുള്ള നിലയിലാക്കിയാണ് അത് കാണുന്നത്. ഹൗവ എന്തുകൊണ്ടാണ് ആ ഫലം തിന്നാൻ പോയതെന്നറിയാമോ? ദൈവം പറഞ്ഞതിനേക്കാൾ പിശാച് പറഞ്ഞത് വിശ്വസിച്ചു. ദൈവത്തെ അവിശ്വസിച്ചു, പിശാചിനെ വിശ്വസിച്ചു. പാപത്തിന്റെ നാലാമത്തെ ഒരു തലമാണ് പിശാച് നമ്മളിൽ കൊണ്ടുവന്ന് തരുന്നത്, അല്ലെങ്കിൽ നാം നമ്മുടെ ജഡത്തിന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ചൊക്കെ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിൽ വിശ്വസിക്കാതെ ദൈവത്തെ തള്ളി നമ്മുടെ ഇച്ഛകൾക്ക് പിന്നാലെ പോവുകയോ ഒക്കെ ചെയ്യുന്നതായിട്ടുള്ള തലം എന്ന് പറയുന്നത് അവിശ്വാസത്തിന്റെ തലമാണ്. അവിടെ അതാണ് പറ്റിയത്. റോമർക്കെഴുതിയ ലേഖനം 14-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യം, വിശ്വാസത്തിൽ നിന്നുളവാകാത്തതെല്ലാം പാപമാകുന്നു, നമ്മളവിടെ വായിക്കുന്നുണ്ട്. വിശ്വാസത്തിൽ നിന്നുളവാകാത്ത, മറ്റൊരു കോണ്ടെക്സ്റ്റിലാണ് എങ്കിലും അവിടെ എഴുതിയിരിക്കുന്നത് വിശ്വാസത്തിൽ നിന്നുളവാകാത്തതെല്ലാം പാപമാണ്. പിന്നെ എബ്രായർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തില്, ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയുന്ന അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിക്കാൻ നോക്കിക്കൊള്ളുവിൻ. അവിടെ ഏതെങ്കിലും മോഹിക്കുന്നതിനെ കുറിച്ചോ ആരെങ്കിലും തല്ലുന്നതിനെ കുറിച്ചോ ഒന്നും അല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. ഏതാണ് ആ പാപം? അവിശ്വാസമുള്ളതായിട്ടുള്ള ഒരു ദുഷ്ടഹൃദയം. അപ്പോൾ നമുക്ക് ആദ്യത്തെ 1ഉം 2ഉം പാപത്തെക്കുറിച്ച്, അതായത് നമ്മുടെ പ്രവർത്തന തലത്തിലും നമ്മുടെ ചിന്താതലത്തിലുമുള്ള പാപത്തെക്കുറിച്ച് നമുക്ക് നല്ല ബോധ്യമുണ്ട്. എന്നാൽ നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നതായിട്ടുള്ള രാസവസ്തുക്കൾ, പാപത്തിന് നമ്മെ ബദ്ധനാക്കി കളയുന്ന നമ്മുടെ ശരീരത്തിന്റെ പ്രവൃത്തികളെ കുറിച്ചോ നാം ദൈവത്തെ വിശ്വസിക്കാതെ മറ്റ് എന്തിനെങ്കിലും നമ്മുടെ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ദൈവത്തിൽ നിന്ന് മാറിപ്പോകുന്നതായിട്ടുള്ള തരത്തിലെ പാപത്തെക്കുറിച്ച് പലപ്പോഴും നാം ചിന്തിക്കാറില്ല. വീഴുമുള്ളവരെ, പാപം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരത്തിലും നമ്മളെ ആകമാനം വളരെ ആഴത്തിൽ നമ്മിൽ വേരൂന്നിരിക്കുന്ന ഒരു പ്രതിഭാസമാണ്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ, ഞാൻ ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മയത്ര ചെയ്യുന്നത്. നന്മ ചെയ്യാനുള്ള ആഗ്രഹമുണ്ട്, എനിക്കുണ്ട്, പക്ഷെ സാധിക്കുന്നില്ല, ഇച്ഛിക്കാത്ത തിന്മയാണ് ചെയ്യുന്നതെന്ന് പറയുന്നതിന് കാരണം പാപം ഇത്രത്തോളം വലിയ ക്രൂരതയാണ് ചെയ്തു വന്നിരിക്കുന്നത്. അപ്പൊ പാപം ഉണ്ടായത് ഏദൻ തോട്ടത്തിലാണ് എന്ന് നാം പറഞ്ഞുവല്ലോ. അവിടെയായിരുന്നു ആദ്യം. പിശാച് ദൈവത്തോട് മറുതലിച്ചതിന് മുമ്പേ ഉണ്ട്. എന്നാൽ ആദവും ഹവ്വായും ചെയ്തതായിട്ടുള്ള പാപമാണ് നമുക്ക് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ടുള്ള ആദ്യത്തെ പാപം. അവിടെ ഈ 4 തലങ്ങളും പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ശരി, യഥാർത്ഥത്തിൽ പാപം ചെയ്തപ്പോൾ എന്താ സംഭവിച്ചേ? കർത്താവ് പറഞ്ഞു, പാപം ചെയ്യുന്ന നാളിൽ നീ മരിക്കും. മരിച്ചോ? അവർ മരിച്ചോ? അവർക്കൊരു ശാരീരിക മരണമൊന്നും വഴി ഉണ്ടായില്ല. പക്ഷെ ദൈവത്തിൽ നിന്നും, ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയിൽ നിന്നും അവർ വേർപെട്ടു.
ദൈവവും മനുഷ്യനുമായിട്ടുള്ള സമ്പർക്കത്തിന് വേണ്ടി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവനിൽ ഒരു ആത്മാവിനെ കൊടുത്തിരുന്നു. ആ ആത്മാവ് പാപം മുഖാന്തരം ദൈവവുമായിട്ടുള്ള ബന്ധത്തിന് പ്രാപ്തമല്ലാത്ത നിലയിലേക്ക് മാറിപ്പോയി. അതാണ് പാപം മനുഷ്യൻ വരുത്തി വെച്ചതായിട്ടുള്ള വിന. ആ ആദാമിൻ്റെ സന്തതി പരമ്പരകൾ മുഴുവൻ ആ നിലയിൽ പാപികളായിട്ട് തീരുകയാണ് ചെയ്യുന്നത്. അപ്പൻ്റെ സ്വത്തിന് മക്കൾക്ക് അവകാശം എന്ന് പറയുന്നത് പോലെ ആദാം പാപം ചെയ്ത് ഒരു ദൈവത്തിൽ നിന്ന് അകന്നപ്പോൾ ആ അകൽച്ച ആദാമിൻ്റെ സകല സന്തതി പരമ്പരകൾക്കും ഉണ്ടായി. കർത്താവ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം മനുഷ്യനെ കുറിച്ച് പറഞ്ഞൊരു പ്രസ്താവന, സമയമില്ലാത്തതുകൊണ്ടാണ് അതൊന്നും വായിക്കാനായിട്ട് പോകാത്തത്. പ്രസ്താവന എന്താണെന്ന് അറിയാമോ? അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു, അല്ലേ? ജീവനുള്ള ദേഹിയായി തീർന്നു. അപ്പോൾ ആദാമിന് എന്തായിരുന്നു? ആദാമിനുണ്ടായിരുന്ന സ്വഭാവം ദേഹി ഉണ്ടായിരുന്നു, ജീവനുണ്ടായിരുന്നു. ഈ ദേഹി ജീവനില്ലാതെ തന്നെ ദേഹി ശരീരത്തിൽ നിലനിൽക്കുവാനായിട്ട് കഴിയും, അല്ലേ? ആത്മീയമായി മരിച്ച ആളുകളെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവിടെ ദേഹിയുണ്ട്, ശരീരവുമുണ്ട്, ആത്മാവ് മരിച്ചു. നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കണം. ദേഹിയുണ്ട്, ശരീരമുണ്ട്, പക്ഷെ ആത്മാവ് മരിച്ചു. അപ്പോൾ ജീവനില്ലാതെ തന്നെ മനുഷ്യന് നിലനിൽപ്പുണ്ട്. എന്നാൽ ആദാമിനെ സൃഷ്ടിച്ചപ്പോൾ ജീവനുള്ള ദേഹിയായിട്ട് തീർന്നു എന്നാണ് പറയുന്നത്. അതായത് ദൈവിക ജീവനും പരിശുദ്ധാത്മാവിനാലുള്ള ദൈവിക ജീവനും ഉള്ളവനായിട്ടാണ് ദൈവം ആദാമിനെ ഹവ്വായെ സൃഷ്ടിച്ചത്. എന്നാൽ ആ ദൈവിക ജീവൻ നഷ്ടപ്പെട്ടു, ദേഹിയും ശരീരവും അവിടെ തന്നെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ പാപത്തിന്റെ അവസ്ഥയിൽ നിന്നും പിന്നെ വീണ്ടെടുക്കാനായിട്ട്, മനുഷ്യനെ വീണ്ടെടുക്കാനായിട്ട് പിതാവ് ദൈവം തന്നെ അന്ന് ആദത്തിന് തന്നെ വാഗ്ദത്തം കൊടുത്തു. ആ വാഗ്ദത്തം പിന്നീട് പിതാക്കന്മാരിലൂടെ അത് റിപ്പീറ്റ് ചെയ്തു, അത് വീണ്ടും വീണ്ടും അറിയിക്കുകയും കാലത്തിന്റെ സമ്പൂർണ്ണതയിൽ കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് ഈ പാപത്തിന്റെ അല്ലെങ്കിൽ ദൈവവുമായിട്ടുള്ള ഈ ശത്രുതയ്ക്ക് ഒരു പരിഹാരം ഉണ്ടാക്കേണ്ടതിന് വേണ്ടി വന്നു എന്ന് നമുക്കറിയാം. ശരി, അപ്പോൾ പാപം നമ്മളെ വല്ലാതെ കുടുക്കിയിരിക്കുന്നു എന്നുള്ള ഒരു കാര്യം നമുക്ക് മനസ്സിലായി. നാം നമ്മുടെ പ്രവർത്തനങ്ങളാലും നമ്മുടെ ഒരു പ്രവൃത്തിയാലും മരിച്ച ഒരാത്മാവിന് ജീവൻ കൊടുക്കാനായിട്ട് മനുഷ്യനെ കൊണ്ട് ആർക്കും സാധിക്കില്ല. കാരണം ആ ആത്മാവിന് ജീവൻ കൊടുത്തത് ദൈവമാണ്. മനുഷ്യൻ പാപം മുഖാന്തരം അതിനെ കൊന്നുകളഞ്ഞു, അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് വേർപെട്ടു പോയി. ആ ആത്മാവിന് ജീവൻ കൊടുക്കാൻ ആർക്കും കഴിയില്ല, ഒരു പ്രവൃത്തികൾക്കും ലോകത്ത് കഴിയില്ല എന്നുള്ളതാണ് അതിനെക്കുറിച്ച് നമുക്ക് ദൈവവചനത്തിലൂടെ വെളിപ്പെടുന്നതായിട്ട്. കാര്യം നമ്മുടെ സാമാന്യ ബുദ്ധിക്ക് നോക്കിയാലും നമ്മുടെ ശരീരത്തിന് ആരോഗ്യം വർദ്ധിപ്പിക്കാനൊക്കെ വേണമെങ്കിൽ നമുക്ക് ഭക്ഷണം കഴിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യാം, വ്യായാമം ചെയ്യാം. എന്നാൽ നമ്മുടെ ആത്മാവിന് എന്തെങ്കിലും ചെയ്യാനായിട്ട്, ആത്മാവിന് വേണ്ടി എന്തെങ്കിലും ചെയ്താരെങ്കിലും എന്തെങ്കിലും ആത്മാവിനെ ജീവിപ്പിച്ചിട്ടുണ്ടോ? അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നും യാതൊരു കാര്യങ്ങളും ഇന്ന് ലോകത്ത് മനുഷ്യന് ചെയ്യുവാനായിട്ട് കഴിയില്ല. അത് ദൈവത്താൽ മാത്രം സാധ്യമാകുന്ന ഒരു കാര്യമാണ്. അതിന് പാപത്തിന് ഒരു പരിഹാരവും മനുഷ്യനുണ്ടാക്കുന്നതായിട്ടുള്ള പരിഹാര മാർഗങ്ങളല്ല. മനുഷ്യനെ സൃഷ്ടിച്ചതിനായിട്ടുള്ള ദൈവം പാപത്തിന് എന്ത് പരിഹാരമാണോ വെച്ചിരിക്കുന്നത് ആ പരിഹാരം ദൈവം ഒരുക്കേണ്ടതും ആവശ്യമാണ്. അതുകൊണ്ടാണ് മനുഷ്യന്റെ വീണ്ടെടുപ്പ് വിലയേറിയത് മനുഷ്യർക്ക് ആർക്കും കൊടുത്തു തീർക്കുവാനായിട്ട് കഴിയുന്നതല്ല എന്ന് നമ്മൾ വായിക്കുന്നതിന്റെ കാരണവും അതാണ്. ഒരു മനുഷ്യനും തന്റെ വീണ്ടെടുപ്പിന്റെ വില കൊടുക്കുവാനായിട്ട് കഴിയുകയില്ല. അത് ദൈവത്താൽ മാത്രം സാധ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ പിന്നെ ഈ 4 തലങ്ങളിലുമുള്ള പാപത്തിന്റെ മേൽ നമുക്ക് എങ്ങനെയാണ് വിജയിക്കുവാനായിട്ട് കഴിയുക എന്നുള്ളത് നാം ശ്രദ്ധിക്കേണ്ടത്, നാം പഠിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ കർത്താവ് നമുക്കൊരു പരിഹാരം ഒരുക്കി എന്ന് പറയുമ്പോൾ ഈ പാപത്തിന്റെ എല്ലാ തലങ്ങളിൽ നിന്നുമുള്ള വിടുതലിന് വേണ്ടി ദൈവം ഒരു മാർഗം നമുക്ക് ഒരുക്കി തന്നിട്ടുണ്ട് എന്ന് നമുക്ക് കാണാമല്ലോ. അത് നമുക്ക് അറിയുവാനായിട്ട് നമുക്ക് സാധിക്കും. പിന്നെ പാപത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് മത്തായി എഴുതിയ സുവിശേഷത്തിൽ നിന്ന് കർത്താവ് പറഞ്ഞതായിട്ടുള്ളൊരു വാക്യത്തെ കുറിച്ചും കൂടെ ചിന്തിക്കുന്നത് ആവശ്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ആരെന്ന് ജനം പറയുന്നു എന്ന് ചോദിച്ചപ്പോൾ പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞതിനെ കുറിച്ചൊക്കെ നമ്മൾ മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. അപ്പോൾ നീ എന്ത് പറയുന്നു എന്ന് ചോദിച്ചപ്പോൾ പത്രോസിന്റെ മറുപടി എന്താ? നീ ജീവനുള്ള ദൈവത്തിന്റെ
നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ യേശു അവനോട് പറഞ്ഞ എന്താണ്? ബറയോന ശിമയോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എന്റെ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തിയത്. സ്വർഗസ്ഥനായ പിതാവിന്റെ വെളിപ്പാട് കർത്താവിനെ കുറിച്ച്, തന്റെ കൂടെയുള്ള ഗുരുവിനെ കുറിച്ച് ലഭിച്ചതായിട്ടുള്ള പത്രോസ്, ആ പത്രോസിന്റെ വിശ്വാസത്തിന്റെ പുറത്ത് ഞാൻ എൻ്റെ സഭയെ പണിയും എന്നൊക്കെ പറഞ്ഞതിന് ശേഷം കർത്താവ് തന്റെ മരണത്തെക്കുറിച്ചൊക്കെ അങ്ങനെ പറയുവാനായിട്ട് തുടങ്ങി. അപ്പോൾ പത്രോസ് എന്താ ചെയ്തേ? പത്രോസ് എന്താ പറഞ്ഞേ? അയ്യോ, ഒരിക്കലും അങ്ങനെ സംഭവിക്കരുത്. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് പിതാവ് വെളിപ്പെടുത്തി, ഒരാത്മാവിന്റെ വെളിച്ചം കിട്ടി, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാകുന്നു എന്ന് പറഞ്ഞതായിട്ടുള്ള പത്രോസിനെ കർത്താവ് വിളിക്കുന്നത് എന്താ? സാത്താനെ, നീ എന്നെ വിട്ട് പോവുക, അല്ലേ? സാത്താനെ, നീ എന്നെ വിട്ടു പോവുക. പത്രോസ്, കർത്താവെ അതരുത്, നിനക്കങ്ങനെ ഭവിക്കരുതേ എന്ന് ശാസിച്ചു തുടങ്ങി. അവനോ തിരിഞ്ഞ് പത്രോസിനോട്, സാത്താനെ, എന്നെ വിട്ടു പോ, നീ എനിക്ക് ഇടർച്ചയാകുന്നു, നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടേത് അത്രേ കരുതുന്നെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ പത്രോസിന്റെ പാപം എന്തായിരുന്നു എന്നുള്ളതിനെ കുറിച്ചൊരു സൂചനയുണ്ട്. അത് പാപത്തെക്കുറിച്ചുള്ള ചിന്തിക്കുമ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടേതത്രേ ചിന്തിക്കുന്നത്. അപ്പോൾ ദൈവത്തിന്റെ ചിന്തയല്ലാതെ മനുഷ്യരുടെ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് പാപമാണ്. അതായത് ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള മനുഷ്യന്റെ എല്ലാ പ്രവർത്തനങ്ങളും പാപമാണ്. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ ആഗ്രഹിക്കുന്ന ദൈവിക പരിപാടി, ആ പരിപാടിക്ക് തടസ്സമായിട്ട് മനുഷ്യൻ ചെയ്യുന്നതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പാപമാണ്. അത് പിശാചിന്റെ പരിപാടിയാണ്. പിശാചാണ് ദൈവികമായിട്ടുള്ള പരിപാടിയിൽ നിന്നും മനുഷ്യനെ മാറ്റിക്കൊണ്ടുപോകുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ശരി, അപ്പോൾ നമ്മളിൽ പാപമുണ്ട്, അല്ലേ? എല്ലാ നിലയിലും. ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ ഞാൻ ഇച്ചിരി നല്ലവനാണെന്നുണ്ടോ? നിങ്ങൾ ആർക്കെങ്കിലും ഞാൻ നല്ലവനാണ് അല്ലെങ്കിൽ നല്ലവളാണെന്ന് തോന്നുന്നുണ്ടോ? തോന്നുന്നില്ല എന്ന് എനിക്കറിയാം. എങ്ങനെ തോന്നാനാ, അല്ലേ? നമ്മുടെ ചിന്തയിൽ തന്നെ നമ്മൾ പോക്കാണ്. പിന്നെ നമ്മുടെ വിശ്വാസത്തിന്റെ കാര്യത്തിൽ നമ്മൾ വളരെ മോശക്കാരാണ്. പിന്നെ പലപ്പോഴും എന്തെങ്കിലുമൊക്കെ കാണുമ്പം നമ്മളുടെ രോമമൊക്കെ എഴുന്നേറ്റ് വരുന്നതിന് കാരണമായ ചില പ്രവർത്തനങ്ങൾ എൻ്റെ ശരീരത്തിനകത്തും എൻ്റെ അവയവങ്ങളിലുമുണ്ട്. അങ്ങനെ നമ്മളെല്ലാവരും, അതുകൊണ്ടാണ് വചനം പറയുന്നത്, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല എന്ന് പറയുന്നതിന് കാരണം അതാണ്. ഈ എല്ലാ നിലയിലും മനുഷ്യവർഗം പരാജയപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ജീവിക്കണമെങ്കിൽ എന്താ ചെയ്യണ്ടേ? ആദമും ഹവ്വയും ഏദൻ തോട്ടത്തിൽ അവര് കൈവശമാക്കിയ ഒരു അധികാരമുണ്ട്. എന്താണ്? നന്മ തിന്മകളെ കുറിച്ചുള്ള തീരുമാനമെടുക്കാനുള്ള നമ്മുടെ അധികാരം, അല്ലേ? ദൈവത്തിൽ നിന്നും കവർന്നെടുത്തതായിട്ടുള്ള അധികാരമുണ്ട്. അത് ദൈവത്തിന് തിരിച്ചങ്ങ് കൊടുക്കുക. എങ്ങനെയാ കൊടുക്കുന്നേ? യേശുവിനെ നീ എൻ്റെ കർത്താവാണ് എന്ന് നാം പറയുമ്പോൾ, എൻ്റെ പാപത്തിന് പരിഹാരം കർത്താവായ യേശു ക്രിസ്തു കാൽവരിയിൽ ഒരുക്കി എന്നുള്ള വിശ്വാസത്തിൽ നിന്നും നീതീകരണം പ്രാപിച്ചവരായിട്ടുള്ള നാം, നീ എൻ്റെ കർത്താവാണ്, ഇന്നു മുതൽ ഞാൻ നിന്റെ അടിമയാണ് എന്ന് പറഞ്ഞ് നാം ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ മനുഷ്യൻ കൈവശപ്പെടുത്തിയതായിട്ടുള്ള ദൈവിക അധികാരത്തെ തിരിച്ച് ദൈവത്തിന് കൊടുക്കുകയാണ് ചെയ്തത്. പ്രിയമുള്ളവരെ, ഞാൻ വളരെ ഒരു സാമാന്യ മനുഷ്യൻ, അതിൻ്റെ ദൈവശാസ്ത്രം എന്നൊക്കെ പറയുന്നത് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ പ്രയാസമുള്ളതായിട്ടുള്ള കാര്യമാണ്. ഞാനൊരു സാമാന്യ മനുഷ്യന്റെ നമുക്കൊക്കെ മനസ്സിലാക്കാവുന്ന ഒരു ഭാഷയിൽ ഞാൻ അവതരിപ്പിക്കുകയാണ്. നാം അന്യായമായി കൈവശപ്പെടുത്തിയതായിട്ടുള്ള അവകാശം, അതിനോട് നാം മരിച്ച് ദൈവത്തിന് നാം ആ അവകാശം ഏൽപ്പിച്ചു കൊടുക്കുക. പ്രിയമുള്ളവരെ, ശരിയും തെറ്റും തീരുമാനിക്കുന്ന ഒരു തീരുമാനം നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ട്, അല്ലേ? നീ അങ്ങ് മാറി നിൽക്ക്, ഞാൻ ശരി എന്താണെന്ന് പറയാം, അല്ലേ? നമ്മളിവിടെ ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ഒരു ചർച്ച വെച്ചാൽ ആ വിഷയത്തെ സംബന്ധിച്ച് ഇവിടെയുള്ള എല്ലാവർക്കും വ്യത്യസ്തങ്ങളായിട്ടുള്ള ശരികളും വ്യത്യസ്തങ്ങളായിട്ടുള്ള തെറ്റുകളുമുണ്ട്. കാരണം എന്താ? ഈ ശരി തെറ്റുകളെ വിവേചിക്കുവാനായിട്ട് നമ്മൾ ഓരോരുത്തരും നമ്മുടെ വികലമായ ദൈവത്തെ മറന്നുകൊണ്ടുള്ളതായിട്ടുള്ള നമ്മുടെ പ്രവണതയിലും പ്രവർത്തനത്തിലും ശരിയായിട്ടുള്ള തീരുമാനം എടുക്കാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. നമുക്ക് എപ്പോഴാണ് ശരി തെറ്റുകളെ കുറിച്ചുള്ള പൂർണ്ണമായ തീരുമാനം എടുക്കാൻ കഴിയുന്നതെന്ന് അറിയാമോ? എപ്പോഴാ? നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുകയും. അപ്പോൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട് ക്രിസ്തുവിനെ പോലെ ആയാൽ നമ്മൾ എടുക്കുന്നതായ എല്ലാ തീരുമാനങ്ങളും ക്രിസ്തുവിന്റെ തീരുമാനമായിരിക്കും.
ക്രിസ്തുവിനെ പോലെ ആകാത്തിടത്തോളം കാലം നമ്മളുടെ തീരുമാനം എപ്പോഴും വൈകല്യങ്ങളുള്ളതാണ് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പ്രിയമുള്ളവരെ, നമ്മൾ നമ്മളുടേതായിട്ടുള്ള ശരികളും തെറ്റുകളുമായിട്ട് ജീവിക്കുന്ന ആളുകളാണ്. ആ ജീവിതം എന്ന് പറയുന്നത് ഒരിക്കലും നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്ന ഒരു ജീവിതമല്ല. നാം യേശുവിന് നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചു കൊടുത്ത ആ നിമിഷം മുതൽ നമ്മളുടെ ശരികളും നമ്മളുടെ തെറ്റുകളും എന്നുള്ളതിനെ കളഞ്ഞിട്ട് വചനം എന്തു പറയുന്നു, അല്ലെ കർത്താവ് എന്തു പറയുന്നു, അത് മാത്രമാണ് ശരി. കർത്താവ് തെറ്റെന്ന് പറയുന്നതെല്ലാം തെറ്റ്, കർത്താവ് ശരി എന്ന് പറയുന്നതെല്ലാം ശരി. അങ്ങനെ ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ദൈവേഷ്ടത്തിന് വേണ്ടി നാം ദൈവത്തിന്റെ വചനത്തിലേക്കും ദൈവത്തിന്റെ വചനത്താൽ ആത്മാവ് നമുക്ക് ബോധ്യമാക്കി തരുന്നതായിട്ടുള്ള ആത്മാവിന്റെ സ്വരത്തിന് നമ്മൾ കാത്തിരിക്കുന്നുണ്ടോ? നാം രൂപാന്തരപ്പെട്ട് പോകുന്തോറും ദൈവാത്മാവിന് എളുപ്പമുണ്ട്, അല്ലേ? എന്താണ്? ബോധ്യമാക്കി തരേണ്ടതായിട്ട് ആവശ്യമില്ല. നാം ക്രിസ്തുവിനെ പോലെ ആയി വരുന്നതിനനുസരിച്ച് ശരിതെറ്റുകളെ, യഥാർത്ഥത്തിൽ ദൈവികമായിട്ടുള്ള ശരിതെറ്റുകളെ മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. അത് ദൈവം പരിജ്ഞാനപൂർത്തി പ്രാപിക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്നതായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതിനെ മറ്റൊരു തലത്തിൽ പറഞ്ഞാൽ നമ്മൾ ഇല്ലാതെയാവണം, ഞാൻ മരിക്കണം. പലപ്പോഴും നമ്മൾ സന്ദേശങ്ങളിലെല്ലാം ഇവിടെ പറയാറുള്ളതായിട്ടുള്ള കാര്യമാണ്. ഞാൻ മരിച്ചാൽ മാത്രമേ, എന്നിലുള്ള ഞാൻ മരിച്ചാൽ മാത്രമേ, എന്നെ തന്നെ ത്യജിച്ചാൽ മാത്രമേ മറ്റൊരാളുടെ തീരുമാനത്തിന് വിധേയപ്പെടാനായിട്ട് എനിക്ക് കഴിയുള്ളൂ. അല്ലെങ്കിൽ മറ്റാരെന്ത് പറഞ്ഞാലും നമ്മളെന്ത് പറയും? നീ അങ്ങനെയൊക്കെ പറയും, പക്ഷെ ഞാൻ എൻ്റെ ഇഷ്ടം പോലെ ചെയ്യും. ഇന്ന് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന ആളുകൾ ഈ ലോകത്ത് ജീവിക്കുന്നത് അങ്ങനെയാ. വചനത്തിലൊക്കെ അങ്ങനെ പലതും കാണും. വചനം പഠിപ്പിക്കുന്ന ആളുകൾ അങ്ങനെ പലതും പറയും, പക്ഷെ ഞാൻ എൻ്റെ ഇഷ്ടം പോലെ ചെയ്യും. അതാണ് ഇന്നത്തെ ക്രിസ്തീയ ലോകത്തിന്റെ പരാജയത്തിന്റെ ഏറ്റവും വലിയൊരു കാരണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മരിക്കണം. യേശുവിനെ കർത്താവായിട്ട് നാം സ്വീകരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നാം അവിടെ നമ്മോട് തന്നെ മരിക്കുകയാണ് ചെയ്യുന്നത്. കർത്താവ് തന്നെ പറഞ്ഞു, തന്നെ ത്യജിക്കാതെ ആർക്കും എൻ്റെ പിന്നാലെ. ത്യജിച്ചാൽ മാത്രം പോരാ, ആ ക്രൂശും എടുത്തോളണം. ഞാൻ എടുത്തൊരു ക്രൂശുണ്ട്, ആ ക്രൂശും കൂടെ നിങ്ങൾ എടുത്തോണം. അല്ലാതെ ആർക്കും എൻ്റെ പിന്നാലെ വരുവാനായിട്ട് കഴിയില്ല. അപ്പോൾ നമ്മോട് തന്നെ മരിക്കുന്നതിനെ കുറിച്ച് ചില വാക്യങ്ങൾ വായിച്ച് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം എന്ന് വിചാരിക്കുന്നു. റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ നാം വായിക്കുന്ന പ്രകാരമാണ്: നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നമ്മൾ അറിയുന്നു. ഇപ്പൊ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു. കർത്താവ് ക്രൂശിക്കപ്പെട്ടത് എന്നാ കർത്താവ് ക്രൂശിക്കപ്പെട്ടെ? നമ്മുടെ AD-BC കണക്ക് പ്രകാരം പറഞ്ഞാൽ BC 4 കർത്താവ് ക്രൂശിക്കപ്പെട്ടതായിട്ട് റെക്കോർഡ്. അങ്ങനെ ചരിത്രം പഠിക്കുന്നതായിട്ടുള്ള ആളുകൾ, വിശകലനം ചെയ്യുന്ന ആളുകൾ പറയുന്നത് BC 4 അപ്പോൾ നമ്മൾ എന്നാ ക്രൂശിക്കപ്പെട്ടെ? അവനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു. കർത്താവ് എന്നാ ക്രൂശിക്കപ്പെട്ടെ? BC 4. അപ്പൊ നമ്മളെന്നാ ക്രൂശിക്കപ്പെട്ടെ? BC 4 ക്രൂശിക്കപ്പെട്ടു. കർത്താവ് എന്നാ മരിച്ചത് എന്ന് പറയുന്നതിന് BC 4 എന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ വചനം പറയുന്നത് കർത്താവ് ലോകസ്ഥാപനത്തിന് മുമ്പേ അറുക്കപ്പെട്ട കുഞ്ഞാടാണ്. അങ്ങനെയെങ്കിൽ അന്ന് ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അറുക്കപ്പെട്ട കുഞ്ഞാടിൽ നാം എല്ലാവരും ഉണ്ടായിരുന്നു. ആദാമിൽ നാം എല്ലാവരും ഉണ്ട്, അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ വായിക്കുന്നേ? ആദാമിൽ നാം എല്ലാവരും ഉള്ളതുപോലെ തന്നെ ക്രിസ്തു ക്രൂശിക്കപ്പെട്ടപ്പോൾ വീണ്ടും ജന്മം പ്രാപിച്ച് ദൈവമക്കളായി തീരുന്ന ആളുകളെല്ലാം അന്ന് ക്രിസ്തുവിലുണ്ട്. ശരി, അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. അപ്പോൾ ഈ പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കാനായിട്ടുള്ള മാർഗം എന്ന് പറയുന്നത് നാം ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെടുക എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, നാം ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടവരാണോ? ക്രൂശിക്കപ്പെട്ട ആൾക്ക് എന്താണ് ഒരു താല്പര്യമുള്ളത്, അല്ലേ? എന്തെങ്കിലും താല്പര്യമുണ്ടോ? ക്രൂശിക്കപ്പെട്ട് കിടക്കുന്നതായ ഒരു മനുഷ്യന് എന്തെങ്കിലും താല്പര്യമുണ്ടോ? നാം ക്രൂശിക്കപ്പെട്ടിട്ടുണ്ടോ? ആ ക്രൂശിൽ നാം മരിച്ചിട്ടുണ്ട്. ഇതാ ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല എന്ന് പൗലോസപ്പോസ്തലൻ പറഞ്ഞപ്പോൾ പൗലോസപ്പോസ്തലൻ ആ ക്രൂശിൽ മരിച്ചവനായിട്ടാണ് തന്നെ വെളിപ്പെടുത്തുന്നത്. അപ്പോൾ ക്രൂശിൽ കിടക്കുന്ന കർത്താവ് മരിച്ചോ ഇല്ലയോ എന്ന് എങ്ങനെയാ റോമൻ പട്ടാളക്കാർ മനസ്സിലാക്കിയേ? ഒരു കുന്നം കൊണ്ട് പോയി ഒന്ന് കുത്തി, അല്ലേ? അപ്പൊ കർത്താവ് മരിച്ചോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലായി. നമുക്കിട്ട് ആരെങ്കിലും ഒന്ന് കുത്തിയാൽ നാം ക്രൂശിക്കപ്പെട്ടവളാണോ എന്നുള്ളത്
നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നിങ്ങൾ നിന്റെ ക്രൂശും എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ക്രൂശിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് എനിക്ക് തന്നെ അതിനകത്ത് മരിക്കാൻ പറ്റില്ല. പറ്റുമോ? ഒരു ക്രൂശിൽ മരിക്കാൻ ഞാൻ നോക്കിയാൽ നടക്കുമോ? കാലയില് ആണിയടിക്കാം, പിന്നെ കഷ്ടി ഒരു കയ്യിലും ആണിയടിക്കാം. പക്ഷെ ആണി അങ്ങ് ചെല്ലുമ്പോൾ തന്നെ നമ്മൾ എന്ത് വേദന സഹിക്കാൻ വയ്യാതെ നമ്മൾ കാലും മാറ്റും, കൈയും മാറ്റും. നമ്മളെ ക്രൂശിക്കണമെങ്കിൽ അതിന് മറ്റൊരാൾ ആവശ്യമാണ്. അതിന് ദൈവം നമ്മളെ ക്രൂശിക്കാനായിട്ട് നമ്മുടെ കൂടെ, നമ്മുടെ ഭവനത്തിലും നമ്മുടെ സഭയിലും നമ്മുടെ സമൂഹത്തിലും ഒക്കെ ധാരാളം ആളുകളെ നമ്മളെ ക്രൂശിക്കുവാനായിട്ട് ദൈവം ഏർപ്പാടാക്കിയിട്ടുണ്ട്. നമ്മളുടെ ശുദ്ധീകരണത്തിനാണ്. അപ്പോൾ അങ്ങനെ മരിച്ചവൻ, കർത്താവ് യേശു ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ട ആൾ, അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കുന്നു. നാം ക്രൂശിൽ മരിച്ചിട്ടുണ്ടെങ്കിൽ, കർത്താവായ യേശു ക്രിസ്തുവിനോട് കൂടെ നാം ക്രൂശിൽ മരിച്ചിട്ടുണ്ടെങ്കിൽ നാം രക്ഷിക്കപ്പെട്ടവരാണ്. പാപത്തിൽ നിന്നുള്ളൊരു മോചനം അവിടെയുണ്ട്. റോമലേഖനം 6-ാം അധ്യായത്തിലും 8-ാം അധ്യായത്തിലും ഒക്കെ ധാരാളം ഈ വിഷയത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട്. നാം പാപത്തിന്റെ ദാസന്മാരാണ് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. നമ്മൾ പാപത്തിന്റെ ദാസന്മാരാണ്. നന്മ ചെയ്യാൻ അറിഞ്ഞിട്ടും അത് ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ പാപം എന്തു പറയുന്നു അത് മാത്രം ചെയ്യാൻ വിധിക്കപ്പെട്ട പാപത്തിന്റെ അടിമകളായിട്ട് ജീവിച്ചിരിക്കുന്നതായിട്ടുള്ള നമ്മെ നാം ക്രിസ്തുവിനോട് കൂടെ മരിച്ചുവെങ്കിൽ, നിങ്ങൾ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടുവെങ്കിൽ, അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. അപ്പോൾ അങ്ങനെ മരിക്കാത്ത ആളുകൾക്ക് മോചനം കിട്ടിയിട്ടുണ്ടോ? നാം മരിച്ചിട്ടില്ലെങ്കിൽ പാപത്തിന്റെ ആ ബന്ധനത്തിൽ നിന്നുള്ളതായിട്ടുള്ള മോചനം നമുക്കില്ല. പ്രിയമുള്ളവരെ, നാം രക്ഷിക്കപ്പെടുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതായിട്ടുള്ളൊരു കാര്യം, നമ്മെ തന്നെ കർത്താവായ യേശു ക്രിസ്തുവിനോട് കൂടെ ക്രൂശിച്ച് നമ്മോട് തന്നെ മരിക്കുന്നതായിട്ടുള്ള ഒരു അവസ്ഥയാണ്. 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, അവൻ മരിച്ചത് പാപസംബന്ധമായി ഒരിക്കലായിട്ട് മരിച്ചു, അവൻ ജീവിക്കുന്നതോ ദൈവത്തിന് ജീവിക്കുന്നു. അവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തു യേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവിൻ. നിങ്ങൾ പാപസംബന്ധമായി മരിച്ചവരാണ്, അല്ലെ? നേരത്തെ നമ്മൾ എന്തുവാ, അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു. ആ ക്രൂശിക്കപ്പെട്ടതിനെ കുറിച്ച് പറയുന്നത് പാപസംബന്ധമായി നിങ്ങൾ മരിച്ചവരാണ് എന്ന് നിങ്ങളെ തന്നെ എണ്ണണം. അപ്പോൾ ഒരു പാപത്തിന്റെ പ്രലോഭനം വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യണ്ടേ? പ്രലോഭനം വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യണ്ടേ? അയ്യോ, ഞാൻ പാപസംബന്ധമായി മരിച്ച ആളാണല്ലോ. പാപസംബന്ധമായിട്ട് മരിച്ച ഒരാൾക്ക് പിന്നെ പാപം ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടതായിട്ടുള്ള ചിന്ത, ഞാൻ പാപസംബന്ധമായിട്ട് മരിച്ചതാണ്. ഇത് വിശ്വാസത്താൽ മാത്രം അറിയുന്നതായിട്ടുള്ള കാര്യമാണ്. നിങ്ങളെ തന്നെ എണ്ണുവിൻ, അല്ലേ? നമ്മൾ നോക്കുമ്പോൾ നമ്മളങ്ങനെ മരിച്ചിട്ടൊന്നുമില്ല. പാപത്തിന്റെ പ്രലോഭനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നാം ഒരു പാപത്തിന്റെ പ്രലോഭനത്തിന്റെ സാഹചര്യം വരുമ്പോൾ, അല്ല, ഞാൻ പാപസംബന്ധമായി മരിച്ചവനാണ് അല്ലെങ്കിൽ മരിച്ചവളാണ് എന്ന് എന്നോട് തന്നെ ഞാൻ പറയേണ്ടത് ആവശ്യമാണ്. പിന്നെ വീണ്ടും കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തില്, ക്രിസ്തു യേശുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കുക എല്ലാവരും മരിച്ചുവെന്നും ഇനി ജീവിക്കുന്നവർ തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ചുയർത്തെഴുന്നേറ്റവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്ന് ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു. നമ്മളെല്ലാവരും നമ്മളെക്കുറിച്ച് ചിന്തിക്കേണ്ടത് നമ്മൾ മരിച്ചവരാണ്. അങ്ങനെ മരിച്ചവൻ മാത്രമേ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചിട്ടുള്ളൂ. പലപ്പോഴും പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ജീവിതത്തിൽ ഒരു യാഥാർത്ഥ്യം, ഒരല്പം പോലും യാഥാർത്ഥ്യമല്ല എന്ന് പല സഹോദരന്മാരും സഹോദരിമാരുമായിട്ട് സംസാരിക്കുമ്പോൾ പുറത്തു വരുന്നുണ്ട്. അതിന്റെ അർത്ഥം, ഈ പാപസംബന്ധമായിട്ട് ഒരിക്കൽ ക്രിസ്തുയേശുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ട ഒരു അനുഭവം പോലും അവരുടെ ജീവിതത്തിൽ ഇല്ലേ എന്ന് പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്. റോമർ 7:4, അതുകൊണ്ട് സഹോദരന്മാരെ, നാം ദൈവത്തിന് ഫലം കായ്ക്കുമാർ മരിച്ചു ഉയർത്തെഴുന്നേറ്റവനായ വേറൊരുവനാകേണ്ടതിന് നിങ്ങളും ക്രിസ്തുവിന്റെ ശരീരം മുഖാന്തരം ന്യായപ്രമാണ സംബന്ധമായി മരിച്ചിരിക്കുന്നു. ന്യായപ്രമാണ സംബന്ധമായിട്ട് മരിച്ചിരിക്കുന്നു. ന്യായപ്രമാണത്തിനല്ല നമുക്ക് നമ്മുടെ മേൽ അധികാരമുള്ളത്, മറിച്ച് ദൈവാത്മാവിനാലാണ്. ന്യായപ്രമാണം അങ്ങനെ ചെയ്യേ ഇങ്ങനെ ചെയ്യേ എന്ന് പറയുമ്പോൾ അതിനെ അനുസരിക്കുവാനായിട്ട് പോകാനുള്ള ഒരു ജീവിതമല്ല, മറിച്ച് ഏദനിൽ മനുഷ്യന്റെ പാപത്തിന് മുമ്പേ അവന്റെ ആത്മാവ് ദൈവവുമായിട്ട് ബന്ധപ്പെട്ട് ശരിതെറ്റുകളെ മനസ്സിലാക്കി ദൈവത്തിൽ നിന്ന് മനസ്സിലാക്കി ജീവിച്ചതുപോലെ ആത്മാവിൽ ജീവൻ കിട്ടിയിരിക്കുന്നതായിട്ടുള്ള ആളുകൾ, ജീവൻ പ്രാപിച്ചതായിട്ടുള്ള ആളുകൾ ഇന്ന് ആത്മാവിന്റെ സ്വരത്തിനനുസരിച്ച് ജീവിക്കേണ്ടവരാണ്. ആരെങ്കിലും അത് ചെയ്യേ, അത് തെറ്റ്, ഇത് ചെയ്യേ, ഇത് തെറ്റ് എന്ന് പറഞ്ഞ്
അങ്ങനെ ഒരു ശരിതെറ്റുകളുടെ പ്രമാണമല്ല, മറിച്ച് ജീവന്റെ ആത്മാവിന്റെ പ്രമാണം, നമുക്ക് ജീവൻ നൽകുന്ന, നമ്മളിൽ വസിക്കുന്നതായുള്ള പരിശുദ്ധാത്മാവിന്റെ പ്രമാണത്താൽ നിയന്ത്രിക്കപ്പെടുന്ന ആളുകളായിട്ടാണ് ക്രിസ്തീയ ജീവിതം ഇരിക്കുന്നത്. എന്നാൽ ഇന്ന് സഭകൾ തോറും പ്രസംഗിക്കുന്നത് അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്. എന്നാൽ ഇത് കേൾക്കുന്നതായിട്ടുള്ള ആർക്കും അങ്ങനെയോട്ട് ജീവിക്കാനായിട്ട് സാധിക്കുന്നതുമില്ല. അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? നമ്മുടെ ട്രാക്ക് തെറ്റിയാണ് നാം ഓടുന്നത്. ട്രാക്ക് തെറ്റിപ്പോയി. നമ്മൾ നമ്മുടെ പ്രവൃത്തികൾ ചെയ്ത് എങ്ങനെയെങ്കിലും ദൈവത്തെ പ്രസാദിപ്പിക്കാം, നീതീകരണം പ്രാപിക്കാം, വിശുദ്ധീകരണം പ്രാപിക്കാം എന്ന് വിചാരിച്ച് നമ്മളിരിക്കുന്നു. എന്നാൽ ദൈവവും നാമുമായുള്ള ബന്ധത്തിന്റെ താക്കോലായിരിക്കുന്ന വിശ്വാസത്തിന്റെ പാലത്തിലൂടെ, വിശ്വാസത്തിൽ നാം കർത്താവിൽ ആയിരിക്കുമ്പോൾ കർത്താവ് നമ്മൾ ചെയ്യുന്നതായുള്ള പ്രവർത്തനമാണ് വിശുദ്ധീകരണം, നീതീകരണം എന്നൊക്കെയും പറയുന്നത്. പിന്നെ വീണ്ടും കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ലോകത്തിന്റെ ആദിപാഠങ്ങൾ സംബന്ധിച്ച് മരിച്ചു. ആദിപാഠങ്ങൾ എന്തൊക്കെയാ? എങ്കിൽ ലോകത്തിൽ ജീവിക്കുന്നവരെ പോലെ മനുഷ്യ കൽപ്പനകൾക്കും ഉപദേശങ്ങൾക്കും അനുസരണമായി പിടിക്കരുത്, രുചിക്കരുത്, തൊടരുത് എന്നുള്ള ചട്ടങ്ങൾക്ക് കീഴ്പ്പെടുന്നത് ഇതെല്ലാം ഉപയോഗത്താൽ നശിച്ചു പോകുന്നത്രേ. അതൊക്കെയും സ്വേച്ഛാരാധനയിലും, എന്ന് വെച്ചാൽ സ്വ ആരാധനയിലും താഴ്മയിലും ശരീരത്തിന്റെ ഉപേക്ഷയിലും രസിക്കുന്നവർക്ക് ജ്ഞാനത്തിന്റെ പേര് മാത്രമുള്ളത് ജഡാഭിലാഷം വിളക്കുവാനോ പ്രയോജനമുള്ളതുമല്ല. ലോകത്തിൽ അങ്ങനെയാണ് കൽപ്പന. അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അത് തിന്നരുത്, ഇത് തിന്നരുത്, അത് അപ്പം തിന്നരുത്, ഇപ്പം തിന്നരുത്, ഇങ്ങനെയുള്ള മാനുഷിക കൽപ്പനകളാൽ, അങ്ങനെയുള്ള ഒരു കൽപ്പനകളിൽ നിന്ന് മനുഷ്യന് ബാധകമല്ല, നമുക്ക് ബാധകമല്ല എന്ന് നാം മനസ്സിലാക്കണം. മറിച്ച് നമ്മൾ വസിക്കുന്നതായുള്ള പരിശുദ്ധാത്മാവിന്റെ, നമുക്ക് ജീവൻ നിന്നതായിട്ടുള്ള ആ പരിശുദ്ധാത്മാവിന്റെ സ്വരത്തിന് വിധേയപ്പെട്ട് ദൈവേഷ്ടത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ജീവിതങ്ങളായിട്ട് നമുക്ക് നാം തീരേണ്ടത് ആവശ്യമാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, പാപത്തിന്റെ തലങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നാം ചിന്തിക്കുന്നതിനും വിചാരിക്കുന്നതിനും അപ്പുറം പാപം ഒരു നീരാളി പോലെ മനുഷ്യവർഗത്തെ പിടിച്ചിരിക്കുകയാണ്. അത് വിശ്വാസികളിൽ നിന്ന് പറയുന്നവരായിട്ടുള്ള അനേകരിലും ആ പാപത്തിന്റെ ബന്ധനം, ആ നീരാളിപ്പെടുത്തുമുണ്ട്. അതിൽ നിന്ന് ഒരൊറ്റ രക്ഷയേ ഉള്ളൂ, നാം അങ്ങ് മരിക്കുക, കർത്താവായ യേശു ക്രിസ്തുവിനോടുകൂടെ നാം ക്രൂശിക്കപ്പെടുക, നമ്മെ തന്നെ ത്യജിക്കുക, കർത്താവിന് വിശ്വാസത്താൽ നമ്മിൽ വസിക്കുവാനായിട്ട്, അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ വായിക്കതേ? വിശ്വാസത്താൽ നമ്മിൽ വസിക്കുക, അങ്ങനെ വസിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. യഥാർത്ഥത്തിൽ ഈ ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ, അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൽ രക്ഷയ്ക്ക് വേണ്ടി നാം വിശ്വസിച്ചതായിട്ടുള്ള അതേ വിശ്വാസം നമ്മളുടെ മരണം വരെ നമ്മൾ ഉണ്ടായിരിക്കണം. ആ വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ രോഗം മാറുന്ന വിശ്വാസമല്ല, നമ്മുടെ സാമ്പത്തിക ക്ലേശം മാറുന്നതിനുള്ള വിശ്വാസമല്ല, അത് നമുക്ക് ഈ ലോകത്ത് എന്തെങ്കിലും നേട്ടം തരുന്നതായുള്ള വിശ്വാസമല്ല, നമ്മുടെ ജോലിയോ പ്രൊമോഷനോ അങ്ങനത്തെ ഒരു വിശ്വാസവുമല്ല. ആ വിശ്വാസം, നമ്മളുടെ ആദ്യ വിശ്വാസം എന്ന് പറയുന്നത് നമ്മെ പാപത്തിൽ നിന്നും വിടുവിച്ച് കർത്താവായ യേശു ക്രിസ്തുവിൽ വസിച്ച് നാം മരിക്കുമ്പോൾ നമ്മെ പുനരുത്ഥാനം ചെയ്ത് നാം കർത്താവിനോട് കൂടി ആയിരിക്കുമെന്നുള്ള ആ വിശ്വാസത്താൽ നാം അവസാനത്തോളം പോകുമ്പോൾ ദൈവം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയാണ് ശുദ്ധീകരണം. നിങ്ങളൊക്കെ, നമ്മളെല്ലാവരും, ഞാൻ എന്നെ കൂടി പറയാം, നമ്മളെല്ലാവരും ഒത്തിരി പ്രസംഗങ്ങൾ കേട്ട് നന്നാകാൻ ആഗ്രഹിച്ച് തീരുമാനമെടുത്ത് ഒത്തിരി സ്ട്രഗിൾ ചെയ്ത് മുമ്പോട്ട് പോയതാണ്. പക്ഷെ നമുക്ക് ആർക്കും ആ നന്നാവലിലേക്ക് എത്താനായിട്ട് സാധിച്ചിട്ടില്ല. കാരണം നാം നമ്മിൽ തന്നെ ആശ്രയിക്കുകയാണ് ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, നമ്മിൽ ആശ്രയിച്ചാൽ നമ്മുടെ ബുദ്ധിക്കും നമ്മുടെ തീരുമാനശേഷിക്കും ഒന്നും ഒരു വിലയുമില്ല. ദൈവം നമ്മളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചു, ദൈവം അത് പൂർത്തിയാക്കും. ദൈവം അത് പൂർത്തിയാക്കണമെങ്കിൽ നാം നമ്മെ തന്നെ ആ ദൈവത്തിന്റെ കരങ്ങളിൽ, കർത്താവേ, ഞാനിതാ മരിച്ചിരിക്കുന്നു, ഞാൻ ഇനി ജീവിക്കുന്നില്ല, ഞാൻ എന്നെ തന്നെ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. എന്നെ അങ്ങ് നന്നാക്കിയാലും എനിക്ക് എന്നെ നന്നാക്കാനായിട്ട് ഒരിക്കലും കഴിയില്ല, അല്ലെ? നമ്മൾ വിചാരിക്കും ഞാൻ നാളെ മുതൽ നന്നാക്കാൻ പോകുന്നു. പക്ഷെ ഒരു യാഥാർത്ഥ്യം, നമുക്ക് ആർക്കും നമ്മളെ നന്നാക്കാനായിട്ട് കഴിയില്ല. ഇവിടെ നിന്ന് ഇനി 100 പേര് എത്ര ഘോരം പ്രസംഗിച്ചാലും ആ ഒരു പ്രസംഗത്തിന് നമ്മളെ നന്നാക്കുവാനായിട്ട് കഴിയില്ല. നമ്മെ നന്നാക്കാനായിട്ട് കഴിയുന്ന ഒരേ ഒരാള് പിതാവായ ദൈവവുമാണ്. ആ ദൈവത്തിന് നമ്മെ തന്നെ യാതൊരു വ്യവസ്ഥകളുമില്ലാതെ ഏൽപ്പിച്ചൊരു മരിച്ച വ്യക്തിയെ പോലെ നാം ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ മാത്രം ദൈവത്തിന് നമ്മിൽ ചെയ്യാൻ കഴിയുന്നതായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഈ വിശുദ്ധീകരണം എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, പാപത്തിന്റെ കാഠിന്യത്തെ നാം മനസ്സിലാക്കണം. അതിനുവേണ്ടി ഈ ലോകത്ത് ഒരുക്കപ്പെട്ട ഒരേ ഒരു മാർഗത്തെ കുറിച്ച് നാം മനസ്സിലാക്കണം. ആ മാർഗം അത് സ്വീകരിച്ച് നമ്മുടെ ജീവിതത്തിൽ ഒരു യാഥാർത്ഥ്യമാകണമെങ്കിൽ എന്ത് ചെയ്യണമെന്നുള്ളത് നാം മനസ്സിലാക്കണം. സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും ഈ വചനത്താൽ
അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ, നടത്തട്ടെ. നമുക്കൊരു പുതിയ തീരുമാനങ്ങൾ എങ്ങനെയാ, നമ്മുടെ തീരുമാനമല്ല, നാം മരിക്കുക എന്ന് പറയുന്നതായിട്ടുള്ള ആ ഒരു തീരുമാനം നമ്മെ തന്നെ പൂർണ്ണമായിട്ടും കർത്താവിന്റെ ഹിതത്തിന് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമ്മെ തന്നെ ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നു. രണ്ടു പേർക്ക് ഒരാൾ ജീവിക്കുവാനായിട്ട് കഴിയില്ല. രണ്ട് ജീവൻ ഒരു വ്യക്തിയിൽ ഒരിക്കലും നടക്കുകയില്ല. നമുക്ക് നമ്മെ തന്നെ ദൈവത്തിന് സമർപ്പിക്കാം. നമ്മുടെ പരാജയങ്ങളെ, നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്ന നമ്മുടെ തെറ്റിദ്ധാരണകളൊക്കെയും മാറ്റി നമുക്ക് നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.